ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വെച്ചാൽ തമ്പനിയിൽ കാണിച്ചാൽ തന്നെ ജസ്റ്റ് പെട്ടെന്ന് എനിക്കൊരു സഡനായിട്ട് ബാംഗ്ലൂർ വരെ പോകണമായിരുന്നു. അപ്പോൾ ഓഫീസ് വരെ പെട്ടെന്ന് പോകണമായിരുന്നു. അപ്പോൾ ഞാൻ പെട്ടെന്നൊരു എടുത്തൊരു വീഡിയോ ആണ്. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതും അതുപോലെ അവിടെ ചെന്നിട്ടുള്ള ആ ഒരു വീഡിയോ ഉള്ളു. അപ്പം വീഡിയോ ഷോർട്ടായിട്ടാണ് എടുത്തത്. അപ്പം എൻ്റെ കയ്യിൽ വേറെ എന്താ പറയുക സെൽഫി സ്റ്റിക്ക് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഞാൻ ഒറ്റയ്ക്കാണ് എൻ്റെ ഫോണിലെടുത്ത വീഡിയോ. അപ്പോൾ ചെറിയ ക്ലാരിറ്റി കുറവുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ ഇഷ്ടമായി ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ. അപ്പോൾ ഞാൻ നേരെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ നേരെ ബസ് കയറാനായിട്ട് പോകണം. സംഭവം എന്ന് വെച്ചാൽ എനിക്ക് സഡനായിട്ട് പോകുന്നതുകൊണ്ട് എനിക്ക് ടിക്കറ്റൊന്നും ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ട്രെയിനിലാണെങ്കിലും ബസ്സിലാണെങ്കിലും ബുക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ തന്നെ ഞാൻ നേരെ ബസ്സിൽ കയറിയിട്ടുണ്ട്. ബസ്സിൽ കയറിയിട്ട് ഞാൻ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ വെച്ചാൽ ഇപ്പോൾ ശബരിമല സീസൺ തുറന്നുകൊണ്ട് എന്താ പറയുക ഫുള്ള് തിരക്കാണ്, റോഡിലെല്ലാം ഫുള്ള് തിരക്കാണ്. അപ്പോൾ അങ്ങനെ ഞാൻ ബസ്സിൽ കയറിയതുകൊണ്ട് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് നേരെ പ്ലാറ്റ്ഫോമിലേക്ക് നടക്കണം അവിടുന്ന്. അപ്പോൾ ഉച്ചയ്ക്ക് ഒരു 2 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇറങ്ങിയത്. കാരണം ട്രെയിൻ 3:30 അവിടുന്ന്. അപ്പോൾ ഞാൻ 2 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഇറങ്ങി ഉച്ചയ്ക്ക്. അപ്പോൾ ഉച്ചയായിട്ട് നല്ല വെയിലും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നേരെ ഞാൻ പ്ലാറ്റ്ഫോമിലേക്ക് പോകണം ടിക്കറ്റ് എടുക്കാനായിട്ട്. അപ്പോൾ ടിക്കറ്റ് എടുക്കുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടില്ല, കാരണം എന്താ പറയുക സമയം കിട്ടിയിട്ടില്ലായിരുന്നു. നേരെ ഞാൻ അവിടുന്ന് ട്രെയിൻ കയറി നേരെ രാവിലെ തന്നെ ബാംഗ്ലൂർ എത്തിയിട്ടുണ്ട്. ബാംഗ്ലൂർ എത്തിയപ്പോൾ ഇവിടെ ഭയങ്കര തിരക്കാണ് രാവിലെ. അവിടെ ചെന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് ഞാൻ ഓല ബുക്ക് ചെയ്തിട്ടുണ്ട്. ഓല ബുക്ക് ചെയ്തെന്ന് വെച്ചാൽ റൂമിലേക്ക് പോകാൻ വേണ്ടി. റൂമിലേക്ക് പോകാനായിട്ട് അവിടുന്ന് ഒരു 70 രൂപയാകും. അങ്ങനെ ഓല ബുക്ക് ചെയ്ത് ഞാൻ റൂമിലേക്ക് നേരെ പോയിട്ടുണ്ട്. ഇതാണ് റൂമെന്ന് പറയുന്നത്. അപ്പോൾ നേരെ റൂമിലേക്ക് പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ രാവിലെ ഈ വീഡിയോ ഞാൻ ഇന്നലെ എടുത്തു കേട്ടോ, തിങ്കളാഴ്ച രാവിലെ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് രാവിലെ കണ്ട് ഫുഡ് കഴിക്കാനായിട്ട് പോയി. രാവിലെ വെച്ചാൽ ഒരു 10-11 മണിയൊക്കെ ആയി. എന്നിട്ട് ഫുഡ് കഴിക്കാനായിട്ട് പോകണം. ഫുഡ് കഴിക്കാൻ എന്താണെന്ന് വെച്ചാൽ അവിടെ അടുത്ത് ചെറിയൊരു ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് രാവിലത്തെ ഫുഡുകളും ഉച്ചയ്ക്കത്തെ ഫുഡൊക്കെ കിട്ടും. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തത് നമ്മുടെ നാട്ടിലെ ഒറോട്ടിയില്ലേ, ആ ഒറോട്ടി അതുപോലെ പയറ് കറിയും സാമ്പാറും ആയിരുന്നു. അപ്പോൾ അതിനവിടെ ഓരോ ഒറോട്ടിക്ക് 50 രൂപ കേട്ടോ. അതിൽ 3 ഒറോട്ടി കാണും. അതിൽ കറിയും കൂടെ ചേർത്താണ് 50 രൂപ. അപ്പോൾ അതെല്ലാം കഴിച്ചിട്ട് നേരെ റൂമിലേക്ക് വന്നു. റൂമിലേക്ക് വന്നിട്ട് എനിക്ക് നൈറ്റ് ഷിഫ്റ്റാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പോകാനായിട്ടെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് 2:30 ആകുമ്പോൾ ഒരുങ്ങിയിരിക്കണം, കാരണം ഓഫീസിലെ ക്യാബ് വരും കേട്ടോ. 3 മണിയാകുമ്പോൾ ഓഫീസിൽ നിന്ന് ക്യാബ് വരും. അപ്പോൾ 2:30 ആകുമ്പോൾ നമ്മൾ ഒരുങ്ങിയൊക്കെ നിൽക്കണം. ഒരുങ്ങിയിട്ട് നേരെ നമ്മൾ ക്യാബ് വരുന്നിടത്തോട്ട് പോകണം. അപ്പോൾ ഇത് വേണ്ട ഞാൻ ഇന്നലെ ചൊവ്വാഴ്ച എടുത്തൊരു ഇതാണ് ഓഫീസിൽ പോകുന്നത്. അപ്പോൾ എനിക്ക് എല്ലാ വീഡിയോയും കൂടെ ഒന്ന് സോർട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം ഒരുമിച്ച് എടുക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ നേരെ ഞാൻ ക്യാബ് കയറാനായിട്ട് പോകണം. ഇത് ക്യാബ് കയറാൻ പോകുന്നത് വെച്ചാൽ നമ്മുടെ റൂമിൻ്റെ അവിടെ നിന്ന് ഒരു 2 മിനിറ്റ്സ് 3 മിനിറ്റ്സ് നടന്ന് പോകണം, കാരണം ഓഫീസിൽ നിന്ന് ക്യാബ് വിടുമല്ലോ. അപ്പോൾ അവിടെ നമുക്കൊരു പിക്കപ്പ് പോയിന്റ് ഉണ്ട്. അപ്പോൾ അവിടെ പോയി നിൽക്കുകയാണിത്. അതാണ് ഈ കാണുന്നത്. അപ്പം ക്യാബ് വന്നിട്ടുണ്ട്. ക്യാബ് വന്നിട്ട് ഞാൻ കയറിയിട്ടുണ്ട്. അപ്പോൾ ബാംഗ്ലൂരായിട്ട് നല്ല തിരക്കാട്ടോ, കാരണം ഈ 3 മണി 4 മണി സമയത്തൊക്കെ നല്ല തിരക്കാണ്. അതായിട്ട് എൻ്റെ ഷിഫ്റ്റ് കഴിഞ്ഞത് നൈറ്റായിരുന്നു. നൈറ്റ് 1:30 ഷിഫ്റ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് ക്യാബ് കിട്ടണമെങ്കിൽ 2 മണിയൊക്കെ അരമണിക്ക് നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ക്യാബ് വിട്ട് നേരെ തിരിച്ച് റൂമിലേക്ക് പോകണം. അപ്പോൾ ഇത് കണ്ടില്ല, ഫുൾ ഇരുട്ടാണ്. ഇതാണ് നമ്മുടെ ഓഫീസിൻ്റെ ഇൻസൈഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ക്യാബ് നൈറ്റിൽ കിട്ടിയിട്ടുണ്ട്. നേരെ തിരിച്ച് നമ്മൾ ഡ്യൂട്ടിയിലേക്ക് ആയിട്ട് നേരെ റൂമിലേക്ക് പോകണം. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ആ വീഡിയോ കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട്. അതുപോലെ എനിക്ക് എഡിറ്റ് ചെയ്യാൻ കുറച്ച് സമയം കിട്ടിയിട്ടില്ല. അതുകൊണ്ട് വീഡിയോ ഇഷ്ടമായ എല്ലാവരും ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.